Hearty welcome to another session, English Easy English. Today we are going to discuss about present perfect tense. Present perfect tense എവിടെയാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, അതിൻ്റെ സ്ട്രക്ചർ എന്താണ് എന്നുള്ളതാണ് ഇന്നത്തെ ഡിസ്കഷൻ. യെസ്, present perfect is used to show something happened. പക്ഷേ ഇതെപ്പോഴാണ് നടന്നത് എന്ന് കൃത്യമായ സമയം ഉപയോഗിച്ച് present perfect tenseൽ പറയാറില്ല. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന് ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളത് മാത്രമാണ് ഇമ്പോർട്ടൻസ്. അതുകൊണ്ട് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ കൂടെ കൃത്യമായ സമയം കാണിക്കുന്ന ടൈം വേർഡ്സുകൾ ഉപയോഗിക്കാൻ പാടില്ല. ആ വേർഡ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ലാസ്റ്റ് വീക്ക്, ലാസ്റ്റ് മന്ത്, ലാസ്റ്റ് ഇയർ, യെസ്റ്റർഡേ, 2 years ago ഇങ്ങനെയുള്ള ഒറ്റ വേർഡ്സും ഉപയോഗിക്കും. ഇനി നമുക്ക് അതിന്റെ സ്ട്രക്ചർ എന്താണെന്ന് നോക്കാം. സബ്ജക്റ്റ് പ്ലസ് ഹാസ് or have plus past participle of verb plus object. ഇനി ഹാസും ഹാവ് എപ്പോഴെല്ലാം ഉപയോഗിക്കുക. ഇഫ് സബ്ജക്റ്റ് ഈസ് he, she, it, സിംഗിൾ noun, യൂസ് has. ഇഫ് സബ്ജക്റ്റ് ഈസ് I, you, we, they, പ്ലൂറൽ noun, യൂസ് have. അത് മനസ്സിലായി. ഇനി നമുക്ക് ഇതിന്റെ യൂസസ് എന്താണെന്ന് നോക്കാം. Yes, first use. Something happened in the past, but time is not important. എന്ന് വെച്ചാൽ ഒരു കാര്യം മുമ്പ് എപ്പോഴോ നടന്നു, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും നടന്നു, ആ സമയം നമുക്ക് പ്രശ്നമേ അല്ല. അതിനെപ്പറ്റി പറയാൻ ഇത് ഉപയോഗിക്കാം. ഒന്നാമത്തത്, ഐ ഹാവ് സീൻ ദി താജ്. ഞാൻ താജ്മഹൽ കണ്ടിട്ടുണ്ട്. മുമ്പെപ്പോഴോ ആയിരിക്കാം. ഐ ഹാവ് വാച്ച് ദിസ് മൂവി. ഈ സിനിമ ഞാൻ കണ്ടിട്ടുണ്ട്. ഹി ഹാസ് വിസിറ്റഡ് ഡൽഹി. അവൻ ഡൽഹി വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നടന്ന എപ്പോഴും നമ്മൾ പറയുന്നില്ല. ടൈമിന് ഒരു ഇമ്പോർട്ടൻസും ഇല്ല. യെസ്, ലെറ്റ്സ് മൂവ് ഓൺ ടു സെക്കൻഡ് യൂസ്. കംപ്ലീറ്റഡ് ആക്ഷൻ കണക്റ്റഡ് വിത്ത് പ്രസന്റ്. അതായത് പ്രസന്റുമായിട്ട് കണക്ഷനുള്ള നേരത്തെ കഴിഞ്ഞ ഒരു സംഭവം. ഷീ ഹാസ് ഫിനിഷ്ഡ് ഹെർ ഹോംവർക്ക്. അവൾ അവളുടെ ഹോംവർക്ക് ഫിനിഷ് ചെയ്തു. അതുകൊണ്ട് ഇപ്പം എന്താണ്, ഹോംവർക്ക് ഇല്ല, ഇനി സിനിമ കാണാം, എന്ത് വേണം ചെയ്യാം. ഐ ഹാവ് ചേഞ്ച് മൈ ജോബ്. എൻ്റെ ജോബ് ചേഞ്ച് ചെയ്തു, അതുകൊണ്ട് ഞാനിപ്പോൾ പുതിയ ജോബിലാണ് എന്ന് വേണമെങ്കിൽ വിചാരിക്കും. ഐ ഹാവ് ലോസ്റ്റ് മൈ കീ. എനിക്ക് എൻ്റെ കീ നഷ്ടപ്പെട്ടു. അതുകൊണ്ട് എന്ത് പറ്റി, എനിക്ക് വീട്ടിൽ കയറാൻ പറ്റുന്നില്ല. സമൺ ഹാസ് സ്റ്റോളൻ മൈ പേഴ്സ്. എൻ്റെ പേഴ്സ് ആരും അടിച്ചുകൊണ്ട് പോയി, അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് പൈസ ഇല്ല. ഇതാണ് ഇങ്ങനത്തെ പ്രയോഗങ്ങൾ. അതായത് നേരത്തെ നടന്നൊരു കാര്യം പ്രസന്റുമായിട്ട് അതിൻ്റെ ഒരു കണക്ഷൻ. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ ടു തേർഡ് യൂസ്. തേർഡ് യൂസേജ് ടു ഷോ അൺഫിനിഷ്ഡ് ആക്ഷൻ. അൺഫിനിഷ്ഡ് ആക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഡ്യൂറേഷനാണ്. പാസ്റ്റിൽ തുടങ്ങി ഇപ്പോഴും തുടരുന്ന ഒരു കാര്യം പറയാനായിട്ട് ഇതിന് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത്. ദാറ്റ് ഈസ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആൻസർ ദ ക്വസ്റ്റ്യൻ ഹൗ ലോങ്. ഇതിനു വേണ്ടി നമ്മൾ സിൻസും ഫാറും ഉപയോഗിക്കും. ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് എക്സാമ്പിൾ നോക്കാം. ദേ ഹാവ് ലിവ്ഡ് ഹിയർ സിൻസ് 2010. 2010 മുതൽ അവരിവിടെ താമസിക്കുന്നു എന്നാണ് ഇതിന്റെ മീനിങ്. ഇപ്പോഴും അത് തുടരുന്നു. ഫാർ ഉപയോഗിച്ചാലോ, ഫാർ 10 years. തമ്മിൽ എന്താണ് വ്യത്യാസം? സിൻസ് ഉപയോഗിക്കുമ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് ടൈം, ഫാർ ഉപയോഗിച്ചാൽ ദ ഹോൾ ഡ്യൂറേഷൻ. ഒരു എക്സാമ്പിൾ നോക്കാം. ഹി ഹാസ് വർക്ക് ഇൻ ദ കമ്പനി സിൻസ് 2005. 2005 മുതൽ അവൻ ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. ഫാർ ഉപയോഗിക്കുകയാണെങ്കിലോ, ഫാർ 15 years. ഇതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. സിൻസ് ആകുമ്പോഴത്തേക്ക് പോയിന്റ് ഓഫ് ടൈം, ദാറ്റ് ഈസ് സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് ടൈം. ഫാർ ആകുമ്പോഴത്തേക്കും ഹോൾ ഡ്യൂറേഷൻ. നെക്സ്റ്റ്, ഇൻഡെഫിനിറ്റ് ടൈം വേർഡ്സ് വിത്ത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. എന്താണ് ഇൻഡെഫിനിറ്റ് ടൈം വേർഡ്സ്? പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ കൂടെ ഡെഫിനിറ്റ് ആയിട്ടുള്ള, അതായത് കൃത്യമായിട്ടുള്ള ടൈം വേർഡ്സ് ഉപയോഗിക്കാൻ പാടില്ല. അതാണ് റൂൾ. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് എപ്പോഴും ആ കംപ്ലീഷൻ ഓഫ് ദ ആക്ടിവിറ്റി, അല്ലെങ്കിൽ ആ ആക്ടിവിറ്റിക്കാണ് പ്രാധാന്യം. അതുകൊണ്ട് നമുക്ക് ഇതിന്റെ കൂടെ ഇൻഡെഫിനിറ്റ് ടൈം വേർഡ്സ്, അതായത് കൃത്യമല്ലാത്ത ടൈം വേർഡ്സ് ഉപയോഗിച്ചുകൊണ്ട് പാസ്റ്റ് കാര്യങ്ങൾ നമുക്ക് സൂചിപ്പിക്കുവാൻ പറ്റും. അതെന്താണെന്ന് നോക്കാം. already, just, before, yet, never, ever, many times, several times ഇങ്ങനെയുള്ള വേർഡ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പാസ്റ്റ് ടൈം എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഇതാണ് ഇൻഡെഫിനിറ്റ് ടൈം വേർഡ്സ്. അടുത്തത് ഫോർത്ത് യൂസേജ്, ആക്ഷൻ കംപ്ലീറ്റഡ് ഇൻ ദി റീസെന്റ് പാസ്റ്റ്. ഈ അടുത്ത കാലത്ത് കംപ്ലീറ്റ് ചെയ്ത ആക്ഷൻ, അതൊരു ജസ്റ്റ് ചേർത്ത് പറയാം.
ഹാവിനും മെയിൻ വെർബിനും ഇടയ്ക്ക് അല്ലെങ്കിൽ ഹാസിനും മെയിൻ വെർബിനും ഇടയ്ക്ക് ഒരു ജസ്റ്റ് എന്ന് ചേർക്കുക. അത്രയേ ഉള്ളൂ. ഇപ്പോൾ സംഭവിച്ചത്. ഐ ഹാവ് ജസ്റ്റ് ഈറ്റൺ. ഞാനിപ്പോൾ ആഹാരം കഴിച്ചതേ ഉള്ളൂ. ഹി ഹാസ് ജസ്റ്റ് ലെഫ്റ്റ്. അവൻ ഇപ്പോൾ പോയതേ ഉള്ളൂ. വി ഹാവ് ജസ്റ്റ് സീൻ ഹെർ. നമ്മൾ അവളെ ഇപ്പോൾ കണ്ടതേ ഉള്ളൂ. നെക്സ്റ്റ്, റിപ്പീറ്റഡ് ആക്ഷൻ. ആക്ഷൻ റിപ്പീറ്റഡ് many times. ഐ ഹാവ് സീൻ ദിസ് ഫിലിം 6 times. ഞാൻ 6 പ്രാവശ്യം ഈ സിനിമ കണ്ടിട്ടുണ്ട്, നേരത്തെ മുതൽ ഇതുവരെ. ഐ ഹാവ് സീൻ ഹെർ several times. ഞാൻ അവളെ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഹി ഹാസ് വിസിറ്റഡ് ഹിയർ many times. അവൻ ഇവിടെ ഒരുപാട് പ്രാവശ്യം വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ. ഓക്കെ, we have covered almost all important aspects of present perfect tense. If you like this, please don't forget to subscribe. A short break. Goodbye.